ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം രാവിലെ എഴുന്നേറ്റപ്പോൾ കുറേ നാളുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 5 കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അത് തൽക്കാലത്തേക്ക് ഒരു കുഞ്ഞ് കിളിക്കൂട്ടിനകത്തായിരുന്നു ഞങ്ങളത് വെച്ചിരുന്നത്. അപ്പം ഇപ്പം നമ്മൾ ഒരു കോഴിക്കൂടൊക്കെ രാവിലെ മാമനെ വിളിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. ഞാൻ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അതിനെന്താണെന്ന് പറഞ്ഞു. രാവിലെ മാമൻ വെളുപ്പിന് ഞായറാഴ്ച ഇങ്ങനെ എത്തി കേട്ടോ. അപ്പം ഒരു കോഴിക്കൂട് അവിടെ കിടന്ന പട്ടിയിലൊക്കെ വെച്ചിട്ട് ഷീറ്റൊക്കെ വെച്ചിട്ട് മാമൻ നല്ല സൂപ്പറായിട്ടൊരു വിശാലമായ ഒരു കോഴിക്കൂട് മാമൻ പണിഞ്ഞു തന്നു. ഞാൻ പറഞ്ഞു ഹായ് പറ. അങ്ങനെ ഹായ് ഒക്കെ പറഞ്ഞു. എനിക്ക് നല്ല സൂപ്പറായിട്ട് ഉള്ള സാധനം. എനിക്ക് ഒരു ചിലവും ഉണ്ടായിട്ടില്ല. കാരണം ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി ആണി മേടിക്കാനുള്ള ഒരു ഇതും, പിന്നെ ഒരു ഷീറ്റിനകത്ത് ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഷീറ്റ് മേടിക്കേണ്ട ഒരു ഇതുള്ളൂ. ബാക്കിയെല്ലാം വീട്ടിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ അല്ലാതെ നമ്മൾ വിറകിറക്കിയപ്പം കുറച്ച് പട്ടികളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് വെച്ചിട്ട് ഒരു നല്ലൊരു കൂട് കേട്ടോ. അത്യാവശ്യം നല്ല ഒരു 10-20-25 കോഴികളെ ഇടാൻ പറ്റിയ പാകത്തിനുള്ള ഒരു കോഴിക്കൂടാണ് എനിക്ക് പണി തന്നേക്കുന്നത്. നല്ല അകത്തൊക്കെ നല്ല വിശാലമായ സ്പേസ്. ഞങ്ങളിവിടെ കളിയാക്കി ചിരിക്കുന്നത് കോഴിക്ക് വീടോ എന്ന് കേട്ടോ. അപ്പം അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് മഴയും പെയ്തു കേട്ടോ. എന്നിട്ട് മാമ മഴയത്തൊക്കെ നിന്ന് പണിഞ്ഞു. പിന്നെ ഹസ്ബൻഡ് ഉണ്ടാകുന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയെല്ലാം മാമനാണ് സെറ്റ് ചെയ്തത്. ഉള്ള സംഭവം വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് അതും ചെയ്തു തന്നു. പിന്നെ ഞാനും അമ്മയും എല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കി. പിന്നെ ഞങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുമായിരുന്നു അവിടെ. പിന്നെ ഇവരപ്പോഴത്തേക്കും എല്ലാം സെറ്റിടയ്ക്ക് ഭയങ്കര മഴ കേട്ടോ, ഭയങ്കര മഴ. അപ്പോൾ ശ്രേയ ആണെങ്കിൽ അതിനകത്തോട്ട് കയറി നോക്കുകയാണ്, അവൾക്ക് കയറാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു കയറരുത്. പക്ഷെ നമുക്ക് നല്ലപോലെ അതിനകത്ത് കയറി നിൽക്കേണ്ട പാകത്തിനുള്ള കട്ടിയുണ്ട് കേട്ടോ. നല്ലപോലെ പണിഞ്ഞേക്കുന്നത് കൂട് നല്ല സെറ്റാക്കി. പിന്നെ ഞങ്ങൾ ഫ്രണ്ടിൽ നെറ്റ് പിന്നെ ഞങ്ങൾ പോയി മേടിച്ച് നെറ്റ് അടിച്ചോട്ടെ. അപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് കോഴിയും കാണാൻ പറ്റുമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഫ്രണ്ടിൽ നെറ്റ് പോലെ അടിച്ചത്. ബാക്കി എല്ലാ സൈഡും കവർ ചെയ്തു. ഇനി ഞങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ആ ഇടയ്ക്കൊന്നും കയറാത്ത രീതിയിൽ നെറ്റ് വെച്ചൊന്ന് കവർ ചെയ്യണം. ആ ഒരു പച്ച നെറ്റ് പോലെ കിട്ടുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് സൈഡെല്ലാം ഒന്ന് കവർ ചെയ്തു. അത് സമയം അനുസൃതമായിട്ട് ചെയ്യാമെന്ന് കരുതി. മാവൻ അങ്ങനെ കൊല്ലത്തൂന്ന് വെളുപ്പിനെ ഇവിടെ എത്തി. അങ്ങനെ പിന്നെ ഫുള്ള് സെറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് മഴ ഇല്ലായിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ മാവൻ ഫുൾ പണിയും കംപ്ലീറ്റ് ചെയ്യാനായിരുന്നു. മഴ ഇടയ്ക്ക് വന്നതുകൊണ്ട് ഒരു 4-5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാം കംപ്ലീറ്റ് ആയി. പിന്നെ മാമൻ പോയി കുളിച്ച് റെഡിയായി വന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത്. പിന്നെ ഇനി മാമൻ പറഞ്ഞു കൊടുക്കണം അതിൻ്റെ ഇടവൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് നെറ്റ് അടിച്ചാൽ മതി പയ്യെ കൊണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തായാലും എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം കൂടെ നമുക്ക് ചെയ്തിട്ട് ചെയ്യാമല്ലോ എന്നൊക്കെ കരുതി ഞങ്ങളിങ്ങനെ ചുമ്മാ ഒരു എല്ലാവരും ഒരു കൗതുകം, ആ ഒരു കോഴിക്കൂടിനൊരു ഉദ്ഘാടനം ചെയ്യാം എന്ന് കരുതി. അങ്ങനെ ഞങ്ങളെല്ലാം പോയി ഫ്രഷായി കേട്ടോ. നല്ല മഴയത്തൊക്കെ കുളിച്ചു. അങ്ങനെ ഞങ്ങൾ ഫ്രഷായി മാമൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. അങ്ങനെ നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് ആ തണുപ്പത്ത് ആ ചാറ്റൽ മഴയിൽ ചൂട് ചായ കുടിച്ച് ശ്രേയക്കുട്ടി അപ്പോഴേക്കും പോയി മറ്റേ കുഞ്ഞു കൂടിയിൽ നിന്ന് കോഴികളെയൊക്കെ അപ്പോഴത്തേക്കും തുറന്നു വിട്ടു. അവൾക്ക് പെട്ടെന്ന് ആ വലിയ കൂടിലോട്ട് ഇടാനുള്ള ഒരു ഉത്സാഹം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വീട്ടിലുള്ളവരെല്ലാം വിളിച്ച് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ കോഴിക്കൂടിനൊരു ഉദ്ഘാടനം, ഒരു വൈബ്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര എന്താ പറയുന്നത്, ആ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് സൈഡിൽ തന്നെ ഒരു സിസർ എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അച്ഛനും മോളും കൂടെ കോഴി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമ്മയും 2 അമ്മമാരും അവിടെ ഉണ്ട്. അങ്ങനെ പിന്നെ അവർ വന്ന് അതുകൊണ്ട് പുറകിൽ മൊത്തം 5 കോഴിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങനെ ശ്രേയയുടെ കയ്യിൽ അസിസ്റ്റർ കൊടുക്കുകയാണ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശ്രേയയാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുന്നത്, കോഴിക്കോടൊക്കെ പണിഞ്ഞതിൻ്റെ ഒരു സന്ദേശത്തിൻ്റെ ഒരു ഇതാണ്. നോക്കിയേ, ഞാൻ ആ ടേപ്പ് വെച്ചിട്ട് അങ്ങനെ വെച്ചപ്പോൾ ഞാൻ ശ്രേയടുത്തൊന്നും അത് കട്ട് ചെയ്താൽ മതി. അങ്ങനെ അവൾ ആ ഒരു കോഴിക്കൂടിന് വേണ്ടിയിട്ടുള്ള ഉദ്ഘാടനം അതിമനോഹരമായിട്ട് നടന്നിരിക്കുകയാണ്. അങ്ങനെ ആ കോഴി അകത്തോട്ട് എടുത്തിട്ട് കേട്ടോ. അങ്ങനെ അത് ഇട്ടതിന് ശേഷം അത് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. കാരണം ഒരു പുതിയൊരു ഇതിലോട്ട് അതിനൊരു പേടി പോലെ ഭയങ്കര കരച്ചിൽ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മാറി. അത് കൂടി കളിക്കേണ്ട ഒരു സ്പേസിനകത്ത് നമുക്ക് പുറത്തു നിന്ന് കാണാൻ പറ്റും. പിന്നെ എന്തെങ്കിലും കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കണമെങ്കിൽ ഒരാൾക്ക് കയറേണ്ട പാകത്തിന് ആണ് ഡോറ് ഇങ്ങനെ വെച്ചേക്കുന്നത്. നമുക്ക് ഒന്ന് ജസ്റ്റ് അകത്ത് തല ഇടാനുള്ള ആ ഒരു പാകത്തിന് വേണ്ടിയാണ് ആ ഒരു ഡോർ അത്ര വീതിക്കാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ കണ്ട് അത് കിടന്ന് കളിക്കുന്നതൊക്കെ കണ്ട് പിന്നെ സെറ്റായി അല്ലേ. സൂപ്പറായിരുന്നു കേട്ടോ. ആ ഒരു ദിവസം, ആ ഒരു ഞായറാഴ്ച പാഴായി പോയില്ല. പിന്നെ എനിക്ക് ശരത്തമ്മ കുറേ ഐഡിയാസ്